ഹലോ ഗൈസ്, പൊട്ടറ്റോ ഗ്രൈൻഡ് ചെയ്ത് മുട്ട പൊരിച്ച് തിന്നിട്ടുണ്ടാവും. അത് നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ പൊട്ടറ്റോ അതിൻ്റെ തൊലി കളഞ്ഞ് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇതിനകത്ത് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചേക്കണതാണ്. അതിനകത്ത് പച്ചമുളക്, ഇഞ്ചി, വേപ്പില, കൊച്ചുള്ളിയൊക്കെ കൂടി, ഒരു കിള്ളു മഞ്ഞൾപ്പൊടി, ഇത്തിരി ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് നമ്മളിങ്ങനെ വെട്ടിയെടുക്കണം, മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് പാലടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ പൊട്ടറ്റോ മിക്സ്, ഗ്രൈൻഡ് മിക്സും കൂടി നേരത്തേക്ക് അപ്പം പോലെ എടുക്കണം. നല്ലൊരു ഡിഷാട്ടോ ഈ പൊട്ടറ്റോ. ക്യാരറ്റൊക്കെ നമുക്ക് വെജിറ്റബിൾ നല്ല നമുക്ക് ശരീരത്തിൽ ചെയ്യുകയും ചെയ്യും. പൊട്ടറ്റോ നല്ല മുട്ടയും കൂടെ നല്ല കോമ്പിനേഷനാണല്ലോ. അത് ഇപ്പം നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാട്ടോ പൊട്ടറ്റോ. ഞാൻ മീൻകറിയൊക്കെ ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു പൊട്ടറ്റോ, എഗ്ഗ് പൊട്ടറ്റോ ഗ്രൈൻഡ് ചെയ്തിടാൻ കേട്ടോ. മിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനത്തെ അപ്പം ഉണ്ടാക്കിയെടുക്കുക. ഭയങ്കര ടേസ്റ്റാണ്. ഇത്രയുള്ള പരിപാടി, പെട്ടെന്ന് 5 മിനിറ്റിനകം നമുക്ക് സംഗതി റെഡി ചെയ്യാം. സാധാരണ നമ്മൾ മുട്ട പൊരിക്കില്ലേ, ഇത് സാധാരണ മുട്ട പൊരിച്ചാണ്. ഇതിനകത്ത് ഞാൻ പൊട്ടറ്റോ മിക്സ് ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്ത് മിക്സ് ചെയ്ത് ആ മിക്സിലോട്ട് പൊട്ടറ്റോ മിക്സ് ചെയ്ത് ഒരു അപ്പം ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്വാണ്ടിറ്റി കൂടുതലുണ്ടാവും, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫിഷ് ആയിരിക്കും കേട്ടോ. എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കണം. അത്രയുള്ള പരിപാടി. ഓക്കെ, ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇത്രയുള്ള പരിപാടി. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. സൂപ്പറായിട്ടുള്ളത്, അടിപൊളി. ഓക്കെ, ചോറിന് കഴിക്കാനാണ്. സൂപ്പറായൊരു ഡിഷാണ് കേട്ടോ. എല്ലാവർക്കും ബായ്.